മോർണിംഗ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ഒരു പഴമൊഴിയുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഹൃദ്രോഗം, ക്യാൻസർ, പ്രഷർ പ്രോബ്ലംസ്, ചർമ്മരോഗങ്ങൾ തുടങ്ങിയ രോഗങ്ങളില്ലാത്ത ഒരു വീട് പോലും ഇല്ലാതായിരിക്കുന്നു. എന്താണിതിനുള്ള കാരണം? നമ്മുടെ ആരോഗ്യകരമല്ലാത്ത ഭക്ഷണരീതി തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. അതിൽ തന്നെ ഏറെ ശ്രദ്ധിക്കേണ്ടതോ നാം പാചകത്തിനുപയോഗിക്കുന്ന എണ്ണയും. ഇവിടെയാണ് മായമില്ലാത്തതും ലോകോത്തര ഗുണമേന്മയുള്ളതുമായ മോദി കെയർ റൈസ് ബ്രാൻ ഓയിൽ അഥവാ തവിടെണ്ണയുടെ വിശേഷത. സോൾ ഫ്ലേവേഴ്സ് ആക്റ്റീവ് റൈസ് ബ്രാൻ ഓയിൽ അഥവാ തവിടെണ്ണ. അരിയുടെയോ ഗോതമ്പിന്റെയോ തവിട്ടു നിറത്തിൽ കാണുന്ന എണ്ണമയമുള്ള പാളിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പോഷക ഗുണമുള്ള ഭക്ഷ്യ എണ്ണയാണ് തവിടെണ്ണ. കേരളത്തിൽ കൊപ്രയാട്ടി വെളിച്ചെണ്ണ എടുക്കുന്നത് പോലെ നെൽകൃഷിയും ഗോതമ്പ് കൃഷിയും ഏറെ കാണപ്പെടുന്ന പഞ്ചാബിൽ നിന്നാണ് ഈ റൈസ് ബ്രാൻ ഓയിൽ ഉണ്ടാക്കുന്നത്. 1 കിലോ തവിടിൽ നിന്നും 200 മില്ലിയാണ് എണ്ണ ലഭ്യമാകുന്നത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അംഗീകരിച്ചതും ISON HACCP സർട്ടിഫൈഡും പേറ്റന്റ് നേടിയ ഫിസിക്കൽ റിഫൈനിങ് പ്രോസസ് കൊണ്ട് തയ്യാറാക്കിയതുമാണ് ഈ തവിടെണ്ണ. വിപണിയിലെ മറ്റു ഓയിലുകളിൽ അളവ് കൂട്ടാൻ ഉപയോഗിക്കുന്ന ആർഗമിൻ ഓയിൽ ഇതിലില്ല. റൈസ് ബ്രാൻ ഓയിലിന്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പൊതു സ്വഭാവം. ഗോൾഡൻ യെല്ലോ കളറാണ് ഇതിനുള്ളത്. പ്രത്യേകിച്ച് രുചിയോ മണമോ ഇല്ല. നാം എന്താണോ പാചകം ചെയ്ത് കഴിക്കുന്നത് അതിൻ്റെ രുചി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പാചകം ചെയ്യുന്ന വേളയിൽ, പ്രത്യേകിച്ച് ഫ്രൈ ചെയ്യുമ്പോൾ, പാചകം ചെയ്യപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഏകദേശം 15% എന്ന കുറഞ്ഞ അളവിൽ മാത്രമേ ആഗിരണം ചെയ്യപ്പെടുന്നുള്ളൂ. ആക്റ്റീവ് റൈസ് ബ്രാൻ ഓയിൽ എന്തുകൊണ്ട് ഉപയോഗിക്കണം? ഒറൈസെനോളിനാൽ സമ്പുഷ്ടമാണിത്. ഒറൈസെനോൾ റൈസ് ബ്രാൻ എണ്ണയിൽ മാത്രം കണ്ടുവരുന്ന പ്രകൃതിദത്തമായ ആൻറ്റി ഓക്സിഡൻ്റാണ്. ഒരുപാട് പഠനങ്ങളിൽ ഒറൈസെനോൾ മോശം കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതുൾപ്പെടെ അനേകം ആരോഗ്യ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ചില അന്താരാഷ്ട്ര ഗവേഷണ പഠനങ്ങളിൽ ഒറൈസെനോളിൻ്റെ മതിയായ അളവായി കണ്ടെത്തിയിട്ടുള്ളത് 300 മില്ലിഗ്രാം പെർ ഡേ എന്നാണ്. സമതുലിതമായ ഫാറ്റ് പ്രൊഫൈൽ. ആക്റ്റീവ് റൈസ് ബ്രാൻ ഓയിൽ സമതുലിതമായ ഫാറ്റ് പ്രൊഫൈലാണുള്ളത്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് 24%, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് 42%, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് 34% എന്നിവയാണ് ഇതിലുള്ളത്. ഇത് ലോകാരോഗ്യ സംഘടന, അതായത് WHO, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദ് എന്നിവയുടെ ശുപാർശയ്ക്ക് ഏറെ അടുത്ത് നിൽക്കുന്നതാണ്. പോഷകാഹാര